BJP അടുക്കുന്നു എന്നത് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായി കാണുന്ന വിഷയമാണ്. വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ ആ ചർച്ച കൂടുതൽ സജീവമായി നിൽക്കുന്ന സമയമായിരുന്നു. 50 പേർ ഇന്നലെ മുനമ്പത്ത് BJPയിലേക്ക് അംഗത്വമെടുക്കുന്നു. ഈ അവരുടെ അവകാശം സംരക്ഷിക്കുന്ന കേന്ദ്ര സർക്കാരിന് കൂടുതൽ കേന്ദ്രമന്ത്രിക്ക് ഉൾപ്പെടെ സ്വീകരണം ഒരുക്കി കൂടുതൽ യോജിച്ച പ്രവർത്തനങ്ങൾക്ക് അവർ തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു പാർട്ടി പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കും, ആ നിലയ്ക്ക് നീങ്ങുമെന്ന ഒരു പ്രഖ്യാപനം ഈ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. BJP അതിഥികളെ നമ്മൾ നോക്കിയിരുന്നുവെങ്കിൽ പോലും അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. താങ്കൾ എങ്ങനെയാണ് നോക്കുന്നത്? BJPയുടെ സാധ്യതകളെ ഇത് എങ്ങനെ സ്വാധീനിക്കുമെന്ന് താങ്കൾ കരുതുന്നു? ഒരു പക്ഷേ BJP സ്വാധീനത്തിൽ ആണോ ഇങ്ങനെ ഒരു പാർട്ടി പ്രഖ്യാപനം വരുന്നത് തന്നെയും ആ ലക്ഷ്യങ്ങളിലേക്ക് കുറച്ചുകൂടി അടുക്കുന്നതിന്റെ എന്തെങ്കിലും സൂചനകളാണോ? അല്ല, നമുക്കറിയാം കുറെ വർഷങ്ങളായിട്ട് BJPക്കെതിരെ റജി ലൂക്കോസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വക്താക്കളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് BJP ക്രിസ്ത്യൻ വിരുദ്ധതയാണ്, മുസ്ലിം വിരുദ്ധരാണ്. ഇങ്ങനെ വ്യാപകമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യവും മുന്നണി രാഷ്ട്രീയവും ഒക്കെ വെച്ചിട്ട് കൂട്ടിക്കുഴഞ്ഞ് അതിന് സമാനമായ ചിന്താഗതി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വ്യാപകവുമാണ്. അതുകൊണ്ട് തന്നെ BJPയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് മറികടക്കാൻ വേണ്ടി BJP വർഷങ്ങളായിട്ട് തന്നെ വളരെ സത്യസന്ധമായിട്ടും വളരെ കാര്യക്ഷമതയോടും കൂടി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഓരോ മുൻകാലങ്ങളിലുള്ള പ്രസിഡന്റുമാരായാലും സംഘടനാ സംവിധാനവും ഒക്കെ ന്യൂനപക്ഷങ്ങളെയും കൂടി ഒപ്പം ചേർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം ഇവിടെ പക്ഷെ ന്യൂനപക്ഷങ്ങൾക്ക് അങ്ങനെ ഒരു കോൺഫിഡൻസ്, BJPയിൽ ഒരു കോൺഫിഡൻസിന്റെ കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ ലീഡേഴ്സ് ഒക്കെ കുറവാണ് BJPയിൽ. പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വളരെ കുറവാണ്. ക്രിസ്ത്യനും ആദർശത്തിൽ ആകർഷകരായിട്ട് കൃത്യമായിട്ട് ഈ ആദർശം RSSന്റെയും BJPയുടെയും ഒക്കെ ആദർശം ഉൾക്കൊണ്ട കുറച്ച് നല്ല ലീഡേഴ്സ്, ജോർജ് കുര്യനെ പോലെ അല്ലെങ്കിൽ ഐസക് സാറിനെ പോലെ, OM മാത്യു സാറിനെ പോലെയൊക്കെയുള്ള ന്യൂനപക്ഷങ്ങൾ വളരെ കാലിബറുള്ള കഴിവുള്ള ആൾക്കാർ BJPയോടൊപ്പം തന്നെ സഞ്ചരിച്ചിട്ടുമുണ്ട്. എന്നാൽ പൊതുവെ രാഷ്ട്രീയ ചിന്ത നോക്കുമ്പോഴത്തേനും അങ്ങനെ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ നിന്നും BJPയിലേക്ക് ഒരു ഒഴുക്കോ അല്ലെങ്കിൽ BJPയെ സ്വീകരിക്കാൻ ഒരു വൈമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷേ കേന്ദ്രത്തില് സർക്കാർ വന്നു, നരേന്ദ്രമോദി സർക്കാർ വന്നു, ഓരോ വികസന പദ്ധതികൾ ഈ പെറ്റി ജാതി മതവും മാറ്റിയിട്ട് എല്ലാവരുടെയും ഒപ്പം നിർത്തി എല്ലാവർക്കും വികസനം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാട് വന്നപ്പം പുതുതലമുറ ഇതിലേക്ക് വളരെയധികം ആകർഷിക്കുന്നു. പുതുതലമുറയുടെ സ്വാധീനത്തിലാകാം മുതിർന്നവരും കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പാർട്ടിയിലായിരുന്നല്ലോ ന്യൂനപക്ഷങ്ങൾ കൂടുതൽ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മജോറിറ്റി നേതാക്കന്മാരും പ്രത്യേകിച്ച് ആത്മീയ നേതാക്കന്മാരും ഒക്കെ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. റജി ലൂക്കോസിനെ പോലെ CPMന്റെ ആളാണെന്ന് ചോദിച്ച ആളാണ്, കത്തോലിക്കനാന്ന് പറയുന്നു. എന്താണെന്ന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തെ ഇനി എന്താണ് റെവറന്റ് സഖാവെന്നാ വിളിക്കണോ? ഞാനും കോട്ടയംകാരനാണ്. ഇപ്പം മറ്റേ പള്ളിയുടെ ആൾ വിളിച്ചപ്പോഴത്തേനും ദേഷ്യപ്പെടുന്നുണ്ട്. അങ്ങനെയൊന്നും ജോർജി ദേഷ്യപ്പെടേണ്ട. അദ്ദേഹം ആക്ഷേപിച്ച് വിളിച്ചതോ അൺപാർലമെന്ററി ഒന്നും അല്ല. ചിലയിടത്തൊക്കെ കണ്ണൂരുകാരും കോട്ടയംകാരും തിരുവനന്തപുരംകാരും ഒക്കെ അങ്ങോട്ട് മാറിയൊക്കെ പറയും. അത് നമ്മൾ ആ രീതിയിൽ എടുക്കാവുള്ളൂ. പക്ഷെ ഇവിടെ ഈ ക്രിസ്ത്യൻ സഭകളുടെ വക്താക്കള് അല്ലെ ക്രിസ്ത്യൻ സഭകളുടെ അട്ടിപ്പേർ അവകാശം കോൺഗ്രസ്സുകാരാണ് ക്ലെയിം ചെയ്യുന്നത്. ഇപ്പം ഇതിന് ഇവിടെ CPM ഇടതുപക്ഷം അതിനുവേണ്ടി കുറെ ശ്രമങ്ങളൊക്കെ നടത്തി, ചെറിയ ക്യാച്ചൊക്കെ നടത്തി, പ്രത്യേകിച്ച് KM മാണിയുടെ മോനെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് ചെയ്തെങ്കിലും ക്രിസ്ത്യൻ സഭകളുടെ മഹാഭൂരിപക്ഷവും കോൺഗ്രസിനൊപ്പമാണ്. അതേസമയത്ത് മുസ്ലിങ്ങൾ അതിനെ അടർത്തിയെടുക്കാനുള്ള നീക്കമാണല്ലോ BJP കുറെ നാളായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഇതിനോട് ചേർത്ത് വെക്കണമോ എന്നതായിരുന്നു ഞാൻ താങ്കളോട് ചോദിച്ചത്. അതെ, ഈ CPM എന്ത് ചെയ്തു? CPM ഇപ്പം ക്രിസ്ത്യാനികളെ അങ്ങ് ഒഴിവാക്കിയിട്ട് മുസ്ലിങ്ങളുടെ അട്ടിപ്പേറിന് വേണ്ടി വളരെ ആഞ്ഞ് ശ്രമിക്കുകയാണ്. നമുക്കറിയാം ഇപ്പൊ ഈ നമ്മൾ ചർച്ച നടക്കുന്ന ദിവസം മധുരയിൽ പാർട്ടിയുടെ കോൺഗ്രസ് നടക്കുക. അവിടെ ഇട്ടിരിക്കുന്ന വേഷമൊക്കെ റെജി ഒന്ന് നോക്കണം. റെജി ലോകം മുഴുവൻ സഞ്ചരിക്കുന്നതല്ലേ. റെജി അതായത് അറാഫത്തും ഒക്കെ ധരിക്കുന്ന ഇതൊക്കെയാണ്. ചോപ്പൊന്നും ഇല്ല, മൊത്തം പച്ചയും. അതുപോലെ അവരുടെ ആ മേൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പാർട്ടിക്കാരൊക്കെ മുസ്ലിങ്ങളുടെ 4 വോട്ട് കിട്ടാൻ വേണ്ടി പെറ്റി പൊളിറ്റിക്സ് കളിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഇവിടെ റെജി ലൂക്കോസ് ഒക്കെ ഒരു കാര്യവുമില്ലാതെ ബാലിശമായ കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം ഒരു പച്ച കള്ളം പറഞ്ഞു കേൾക്കണോ? ഏതാണ്ട് കുറെ വർഷങ്ങളായിട്ട് ബഹുമാന്യനായ പോപ്പ് ഇന്ത്യ സന്ദർശിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു.
ഇങ്ങോട്ട് അദ്ദേഹത്തെ കേട്ടില്ല. എത്ര നുണയാണ്, പച്ചക്കള്ള ഇങ്ങനെ പറയാവോ റജിക്ക് അറിയാമല്ലോ. ഞാൻ പോപ്പിനെ നേരിട്ട് ഇറ്റലി പോയി മാർപ്പാപ്പയെ കണ്ടിട്ടുള്ള ആളാണ്. പോപ്പിന് അതിനു മുമ്പ് 1 വർഷം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ചങ്ങനാശ്ശേരിക്കാരനായ കർദിനാള് അദ്ദേഹത്തിന്റെ അഭിഷിക്തനായപ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് ഡെലിഗേറ്റ്സിനെ വിട്ടു, മന്ത്രി ഉൾപ്പെടെ ഡെലിഗേറ്റ്സിനെ അയച്ചിട്ട് അപ്പോഴും അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. അപ്പം എല്ലാവരോടും പരസ്യമായിട്ട് കർദിനാളും പറഞ്ഞു, പോപ്പും പറഞ്ഞാണ് എന്നാക്കിയാണെങ്കിലും ഇന്ത്യയിലേക്ക് വരും. പക്ഷേ ഇപ്പം കത്തോലിക്ക സഭയുടെ ജൂബിലി വർഷമാണ്. അതായത് ഓരോ 25 വർഷം കൂടുമ്പോഴും വലിയ പരിപാടികൾ റോം കേന്ദ്രീകരിച്ച്, ഇറ്റലി കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വർഷം വരാൻ സാധ്യതയില്ല. അടുത്ത 2026 എന്തൊക്കെയായാലും വരുമെന്ന് റെജി വായിക്കുന്ന പത്രവും ദേശാഭിമാനിയും എല്ലാവരും കൊടുത്തിട്ട് റെജി ഇപ്പം പറയാണ് നരേന്ദ്രമോദി ഇതാ പോപ്പിനെ ഇങ്ങോട്ട് കയറ്റുന്നില്ല. ഇത്രയും നുണകളാണ് എല്ലാ കാര്യത്തിലും പറയുന്നത്. ഇപ്പം നമുക്കറിയാം, ഈ റെജിയെ പോലുള്ള റെജിയുടെ വടക്കേ ഇന്ത്യൻ കൗണ്ടർ പാർട്ടുകളൊക്കെ പറയുന്നത് കേരളത്തില് ഇടുക്കിയില് ഹിന്ദുക്കള് കുരിശെല്ലാം പിഴുതു കളയുന്നു എന്നാണ്. ഇവിടെ പിഴുതു കളഞ്ഞത് ആരാണ്? റവന്യൂ ഉദ്യോഗസ്ഥര് അനധികൃതമായിട്ട് വെച്ച കുരിശ് പിഴുതതും ഇവിടുത്തെ RSSന്റെ അക്കൗണ്ടിലാണ് CPMകാരും വടക്കേ ഇന്ത്യയെ പ്രചരിപ്പിക്കുന്നത്. അതുപോലെയുള്ള ഈ കാര്യങ്ങള് ഇപ്പൊ ഇവിടെ ആരാണ് ഈ ജബൽപൂരിൽ ഇങ്ങനെ ഒരു അക്രമം നടത്തിയെന്ന് ആർക്കറിയാം? അപ്പോഴെങ്ങനെ ഇത് RSS BJP എന്ന് പറഞ്ഞൊക്കെ മധ്യപ്രദേശിലുള്ള എല്ലാവരും RSSകാരും ക്രൈസ്തവ സഭകൾക്ക് പോലും ഒരു പ്രശ്നവും ഇല്ലാത്ത കേസുകളിലാണ് താങ്കൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ചത് BJPക്കും ഈ പാർട്ടി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള പങ്കും അവരുടെ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളിലെയും അതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീകുമാർ, താങ്കളിലേക്ക് വരും മുമ്പ്